ഹായ്, നമ്മളിന്ന് വെയിൽസിലെ അബർസ്റ്റവിത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാൻ പോവാണ്. അപ്പോൾ റെഡിയായി നിൽക്കുകയാണ്. 8:04 ട്രെയിൻ. കറക്റ്റ് ഇവിടെ 8:04 ട്രെയിൻ വരും. ആദ്യമായിട്ടാണ് ഞങ്ങൾ ട്രെയിനിൽ കയറാൻ പോകുന്നത്. അപ്പോൾ ഫുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ പോയി നോക്കിയല്ലോ. അത് നമ്മൾ ഓടുകയാണ് ഗൈസ്. 7:20 ട്രെയിൻ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഓടിപ്പോവുകയാണ്. ആരുമില്ല റോഡിലെങ്ങും. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. 2 പ്ലാറ്റ്ഫോമേ ഉള്ളൂ. ആകെക്കൂടി കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ ട്രെയിൻ കയറാൻ പോകുക. ഈ കാണുന്ന വഴിയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് കയറേണ്ടത്. അങ്ങനെ നമ്മൾ ന്യൂട്ടൺ പോവിസ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ആരുമില്ല, കണ്ടോ. ഞങ്ങൾക്ക് ഈ ട്രെയിൻ എങ്ങോട്ട് പോകുന്നതെന്ന് പോലും അറിയത്തില്ല. ലെറ്റ് us see. ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. നമ്മൾ ട്രെയിൻ, ഇവിടെ കുറേ ആപ്പുണ്ട്. ട്രെയിൻ പാല്, ട്രെയിൻ ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആപ്പുകളുണ്ട്. അതുവഴിയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. സോ ദിസ് ഈസ് അവർ റെയിൽവേ സ്റ്റേഷൻ. ആരുമില്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ മാത്രമുള്ളെന്ന് തോന്നുന്നേ. ഇവിടെ ഒരാളുണ്ടെങ്കിലും ട്രെയിൻ പോകും. അങ്ങനെയാണ് ഗൈസ്. നമ്മൾ എവിടെയാണ് പോകുന്നത്? നമ്മൾ അബർസ്റ്റവിത്തിൽ എന്താണുള്ളത്? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഹില്ല് കയറാൻ പോവാണ് ഗൈസ്. അതെ ഗൈസ്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഹില്ല്, പിന്നെ അവിടെ നല്ലൊരു ബീച്ചുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചുണ്ട്. ഇതൊക്കെ കാണാൻ പോവാണ്. അപ്പോൾ എക്സൈറ്റഡ് ആണോ നിങ്ങൾ പോകാൻ? ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പാണ് ഗൈസ് UK എത്തിയിട്ടുള്ള. അപ്പോൾ നമ്മൾ അടിച്ചു പൊളിച്ചിട്ട് വരാം. നമ്മൾ അബർസ്റ്റവിത്ത് എത്തി ഗൈസ്. ദിസ് ഈസ് അബർസ്റ്റവിത്ത് റെയിൽവേ സ്റ്റേഷൻ. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് നേരെ ബീച്ചിലോട്ടാണ് പോകാൻ പോകുന്നത്. ആഗ്നസിനെ നമ്മൾ പള്ളിയിൽ ഇട്ടിട്ട്, അവളിവിടെ പള്ളിയിലുണ്ട്, പള്ളിയിൽ ഇട്ടിട്ട് നമ്മൾ ബീച്ചിലോട്ട് പോകാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നടന്നില്ല. നമുക്കൊരു കാറ് കിട്ടിയായിരുന്നു, പക്ഷെ നമുക്കത് കാണിക്കാൻ വിട്ടുപോയി. അങ്ങനെ നമ്മൾ ഇവിടെ അബർസ്റ്റവിത്ത് സീ എത്തിയേക്കാണ്. നല്ല വ്യൂ ആണ് ഗൈസ്. നല്ല വെയിലുണ്ട് ഗൈസ്. ഇവിടെ ഭയങ്കര വെയിലാണ്, പക്ഷെ നല്ല വ്യൂ ആണ് കാണാൻ. ഇത് തന്നെയാണോ അവർ പറഞ്ഞു സീ സൈഡ്? ചിലപ്പോൾ കുറേ സീ സൈഡ് ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ പഴയ കെട്ടിടങ്ങളാണ് ഗൈസ്. ദിസ് ഈസ് ദ വ്യൂ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഗൈസ്. വാ, സൂപ്പർ. ഭയങ്കര ഭംഗിയാണ് ഗൈസ്. നല്ല രസമാണ് കാണാൻ. ഭയങ്കര വെയിലാണ് ഇവിടെ. ഇന്നാണ് ഈ വർഷത്തെ ഏറ്റവും കൂടിയ ചൂടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ 30 ഡിഗ്രി ഉണ്ട്. എല്ലാവരും സൺസ്ക്രീനൊക്കെ പരത്തുകയാണ്. വെള്ളം കണ്ടിട്ട് ഇറങ്ങാൻ തോന്നുന്നുണ്ട് ഗൈസ്, പക്ഷെ ഇറങ്ങരുതെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഇറങ്ങുന്നില്ല. കുറച്ച് കാലം ഇരിക്കാം. കുറച്ച് നേരം വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണ്. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പാണ് വെള്ളത്തിൽ. നല്ല കല്ലില്ലേ നമ്മുടെ അവിടുത്തെ കിടക്കുന്ന മണല്. ഇവിടെ മൊത്തം ഇങ്ങനത്തെ നല്ല നല്ല കല്ലുകളാണ്, ഉരുളൻ കല്ലുകൾ. നല്ല രസമാണ് ഗൈസ്. നമ്മൾ വിചാരിക്കുന്നവരില്ല, നല്ല തണുപ്പുണ്ട് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ. കുറച്ചധികം കല്ല് പറത്തി കൊണ്ടുപോകുന്നു ഗൈസ്. ഇവിടെ നല്ല ഭംഗികൾ, ഇങ്ങനത്തെ കുഞ്ഞു കല്ലുകളുണ്ട്. അങ്ങനെ ബീച്ചിൽ നിന്ന് ഞങ്ങൾ കയറി ഗൈസ്. ബീച്ചിൽ നിന്ന് കയറിയിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ബോട്ടൊക്കെ കിടപ്പുണ്ട്.
ബീച്ച് കഴിഞ്ഞിട്ട് ഇവിടേക്ക് എൻട്രി ഇല്ല. ഒരു ക്യാസിലിൻ്റെ അകത്തോട്ട് പോകാമെന്ന് വിചാരിക്കണേ. ഹായ്. ഹായ്. ഇതെന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എല്ലാവരും പോകുന്നു, നമ്മളും പോകുന്നു. അല്ലേ അൽഫി? പക്ഷെ ഇവിടെ ഭയങ്കര വെയിലാണ് ഗൈസ് ഇന്ന്. Oh my god, ഈ വെയിലില്ലാത്തടത്ത് ഓ നല്ല വ്യൂ. അടിപൊളി വ്യൂ. വെയിലത്ത് നടന്ന ആൽഫി ക്ഷീണിച്ചോ? ഏതാ? എവിടെ? ഓ അതാണോ? ആ കാണുന്നതാണ് ഗൈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹില്ല്. നമുക്ക് അവിടെ പോകണം. അതിൻ്റെ മുകളിൽ കയറി നോക്കിയാൽ നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇത് കഴിഞ്ഞിട്ട് പോകാം ഗൈസ്. വാ അടിപൊളിയാണ് ഗൈസ്. ഇവിടുത്തെ സ്ട്രീറ്റാണ് ഗൈസ്. ലോട്ട്സ് ഓഫ് സ്ട്രീറ്റ് ഫുഡ്സ്. റോഡ്സ് കാണുമ്പോൾ ഞങ്ങൾക്കൊരു വലിയ കൊണ്ടിങ്ങോട്ട് കുറേ കടകളുണ്ട് സൈഡിലൊക്കെ. ഇങ്ങനെ കുറേ അധികം ഷോപ്പുകളുണ്ട്. പിങ്കോ ചൈനീസ് റെസ്റ്റോറൻറ്റ്, ടേക്ക് അവേ, കുറേ കടകളുണ്ട് ഗൈസ്. കണ്ടാൽ നമുക്ക് കയറണം എന്ന് തോന്നും, പക്ഷെ നമ്മൾ കയറും. ഇവിടെ എല്ലാം ഭയങ്കര പൈസയാണ്. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഫേമസ് ഡിഷാണ് ഗൈസ് ഈ ഫിഷ് ആൻഡ് ചിപ്സ്. എല്ലായിടത്തും ഉണ്ട്. നമ്മളൊരു ദിവസം ട്രൈ ചെയ്തു, പക്ഷേ നമുക്കത്ര ഇഷ്ടപ്പെട്ടില്ല. നമുക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചാലോ? ഇത്രയും ഐസ്ക്രീംസ് ഉണ്ട് ഗൈസ്. ഓ ദീസ് ആർ ദ ഐസ്ക്രീംസ്. ഫങ്കി ബനാന, ഇത് വാങ്ങിച്ചാലോ? റെമ്മൻ റൈസിന് വാങ്ങിച്ചു. റമ്മും കൂടെ കിട്ടും. അതാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ തീർന്ന ഐറ്റം റമ്മൻ റൈസ്. ആ പിന്നെ ഹെവിലി ഹണിക്കോംബോ. ആ എന്നാൽ അത് മേടിച്ചാലോ? ഇത് രണ്ടുമല്ലേ? ആ ഇതൊന്നോ എന്താ? രണ്ടെണ്ണം മേടിക്കാം. ഹായ്. Can we get a ramen raisin and a honeycomb? Yeah, on the same cone or two separate ones? Okay, ramen raisin. Thank you. You're welcome. ഐസ്ക്രീം വാങ്ങിച്ചു. ദിസ് ഇസ് റമ്മൻ റൈസിൻ. Oh, this is nice. This is Honeycomb. ഹണികോം. കൊള്ളാം. റമ്മാണ് ഗൈസ്. റമ്മാണെന്ന് തോന്നുന്നു. കുടിച്ചിട്ടില്ല. കിറങ്ങോ ആവോ? പക്ഷെ ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോയിട്ടുള്ള സാധനം. അത് നോക്കി ഞങ്ങൾ മേടിച്ച. കൊള്ളാം. ഐസ്ക്രീമൊക്കെ കുടിച്ച് ഞങ്ങൾ നടക്കുകയാണ് ഗൈസ്. കുറേ ഉണ്ട് നടക്കാൻ. നടന്ന് മടുത്തു. ഭയങ്കര വെയിലാണ്. ഇനി ഒരു വലിയ മഴയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹില്ല്. അതിങ്ങനെ കയറണം. ട്രെയിനിലും പോവാം, നടന്നും പോവാം. പക്ഷെ നമ്മൾ നടന്ന് പോകുമ്പോഴാണ് കുറച്ചും കൂടെ വ്യൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ നടക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല ട്രെയിൻ കുറച്ച് എക്സ്പെൻസീവാണ്. ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടക്കുകയാണ്. അൽഫി, എങ്ങനെയുണ്ട് ഈ യാത്രയെ പറ്റിയ അഭിപ്രായം? നല്ല യാത്രയാണ്, പക്ഷേ ഭയങ്കര വെയിലായിപ്പോയി.
വെയിലില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇത്രയും വെയിലുണ്ടായിരുന്നു. ഇന്നാണ് യു കെയിലെ ഈ വർഷത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും കൂടിയ വെയിൽ എന്നാണ് അറിയാൻ കഴിയത്. സോ നടക്കുകയാണ്. കാണുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹില്ല്. ഈ സൈഡിലൊക്കെ ഇങ്ങനെ വന്നറിയാം ഹോട്ടല്, ഇതാണ് ഈ സൈഡ് മട്ടൻ ബീച്ച്. ദിസ് ഈസ് ദ മല. കണ്ടിട്ട് തന്നെ കയറാൻ തോന്നിയില്ല. എല്ലാവരും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഹില്ല് കാണാനാണ് പക്ഷേ യു കെ അബർസ്റ്റവിത്ത് വരുന്നത്. കുറേ നേരത്തെ ഡിസ്കഷന് ശേഷം ഞങ്ങൾ തീരുമാനിച്ചു മല കയറാൻ. അങ്ങനെ ഞങ്ങൾ മല കയറി തുടങ്ങുകയാണ് ഗൈസ്. എവിടെ എത്തുമെന്ന് അറിയാനില്ല, കുറേ ഉണ്ട്. ഈ റൂട്ട് തന്നെടി, ഈ റൂട്ട് നേരെ പോയാൽ മതി. ട്രെയിൻ പോകും പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ് ഗൈസ്. നമ്മൾ നോക്കിയായിരുന്നു 15 പൗണ്ടാവും പോയി വരാനും തിരിച്ചു വരാനും. നമ്മളത് വേണ്ടെന്ന് വെച്ചു, നടക്കാൻ തീരുമാനിച്ചു. പിന്നെ ഐസ്ക്രീം ദഹിക്കാൻ ഇപ്പോൾ. അയ്യോ നല്ല രസമുണ്ട് കേട്ടോ. നോക്ക് ഗൈസ്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്ത് കാണാം. ആ ഇന്ന് ഐസ്ക്രീമൊക്കെ ദഹിച്ചു ഗൈസ്. റമ്മൊക്കെ പോയി, എവിടെയോ പോയി. പക്ഷേ വ്യൂ ഒരു രക്ഷയില്ല. അയ്യോ ഇങ്ങോട്ട് നോക്ക് അൽഫി, ഫോട്ടോ എടുക്ക അൽഫി. ബ്ലാക്ക്ബെറീസ് നിൽക്കുന്നു. കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞങ്ങൾ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹില്ലിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഗൈസ് ഇവിടുത്തെ വ്യൂ. ഭയങ്കര ഭംഗിയാണ് കാണാൻ. കാണിച്ചുതരാം. നോക്കൂ, ഒരു രക്ഷയില്ല ഗൈസ്. വെയിലിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ഭംഗിയാണ് ഇവിടുത്തെ വ്യൂ കാണാനായിട്ട്. അപ്പോൾ അബർസ്റ്റവിത്ത് വരുന്ന ആരും കോൺസ്റ്റിറ്റ്യൂഷൻ ഹില്ല് കാണാതെ പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ബൈ ബൈ.